CBIയുടെ കണ്ടെത്തലാണ്. രാജ്യവ്യാപകമായി ഈ നീറ്റ് പരീക്ഷയിലെ മാഫിയ സംഘം തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ കൊച്ചു കേരളത്തിലും തുടങ്ങിയത് മഹാരാഷ്ട്രയിലാണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ നീറ്റിൻ്റെ പരീക്ഷയുടെ തട്ടിപ്പിൻ്റെ ചില സൂചനകളും ചില വേരുകളും എത്തി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയുടെ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. അതിലാണ് പ്രധാനപ്പെട്ട കാര്യം വ്യക്തമാക്കുന്നത്. രണ്ട് വഴികളിലൂടെയാണ് ഇത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുള്ളത് എന്നാണ് CBI വ്യക്തമാക്കുന്നത്. ഒന്ന് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന വഴി, മറ്റൊന്ന് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കേരളം വഴി. അത് കേരളത്തിൽ നേരത്തെ ഒരു രാജസ്ഥാൻ സ്വദേശിയായ വിദ്യാർത്ഥി പഠിച്ചിരുന്നു. അയാൾ ഇത്തരത്തിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ പറഞ്ഞതുപോലെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചു എന്നാണ് ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥിയെ കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കുറ്റപത്രത്തിലും കേരളത്തിന്റെ പേര് കൂടി ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് വിവിധ മെസ്സേജിംഗ് ആപ്പുകളിലേക്ക് ഈ ചോദ്യപേപ്പർ കൈമാറ്റം ചെയ്തതിൽ കേരളത്തിലുള്ള MBBS വിദ്യാർത്ഥി ഉണ്ട് എന്നും ഇതിൽ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഒപ്പം 30,000 മുതൽ 40,000 രൂപയ്ക്ക് വരെ ഈ പരീക്ഷയുടെ തലേദിവസം ചോദ്യപേപ്പറുകൾ ഇവർ വിറ്റിരുന്നതായും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും ഒപ്പം വിവിധങ്ങളായ ടെലഗ്രാം ഗ്രൂപ്പുകൾക്കൊക്കെ ഇത് കൈമാറിയിരുന്നതൊക്കെ ആയിട്ട് അതിന് കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർ, ട്രാൻസ്ലേറ്റേഴ്സ്, അതോടൊപ്പം തന്നെ വിവിധ ഈ പറഞ്ഞ മുംബൈ അടക്കമുള്ള ഇടങ്ങളിലെ മഹാരാഷ്ട്രയിലെ വിവിധ ഈ പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുന്ന കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ ചേർന്നുകൊണ്ടൊരു വലിയ ആസൂത്രിതമായ ശൃംഖലയാണ് ഇതിനെപ്പറ്റി പ്രവർത്തിച്ചതെന്നാണ് CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഇതൊരു രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുടെയും ഗൂഢാലോചനയും ഭാഗമായി അടുത്ത ചോദ്യപേപ്പർ ചോർന്നത് എന്നുകൂടി CBI കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായി തന്നെ CBI ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രി അധ്യാപകരടക്കമുള്ള ആളുകൾ അറസ്റ്റിലാവുകയും ചെയ്തതാണ്. അവരുടെയൊക്കെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്താണെങ്കിലും ഇതിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ ഈ വിഷയത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് CBI കണ്ടെത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CBIയുടെ കുറ്റപത്രം എന്നാണെങ്കിലും പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം CBI നൽകുകയും ചെയ്തത്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് CBI കൊടുത്ത കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് നോബൽ ബാരിക്കാരൻ പ്രേക്ഷകരിലേക്ക് അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കും. അവിടെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ നമുക്ക് കാണാം തത്സമയം.